ഇപ്പം ഒരു KSCയുടെ വൈസ് പ്രസിഡന്റ് ആയതുകൂടി ചോദിക്കുകയാണ്, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായങ്ങളാണ് പൊതുവെ കേട്ടുവരുന്നത്. ഇപ്പം ശിവൻകുട്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞപ്പോൾ തുടക്ക സമയത്ത് ഒരുപാട് വിമർശനങ്ങളും ട്രോളുകളും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നിയമസഭ അവസാനിക്കാവുന്ന ആവുമ്പോഴേക്കും ആ മന്ത്രിസഭയിലെ ഏറ്റവും നല്ല മന്ത്രിമാരിൽ ഒരാളെന്നൊരു പേരും കൂടി എടുത്തിട്ടാണ് ശിവൻകുട്ടി ഇറങ്ങുന്നത്. ശിവൻകുട്ടിയെ നല്ല വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കാണുന്നുണ്ടോ? അദ്ദേഹം ആദ്യം ആ ഒരു വലിയ പദവിയിലേക്ക് എത്തിയപ്പോൾ നമുക്ക് മാണി സാറിന്റെ ബഡ്ജറ്റ് അവതരണത്തിന് അത് നിയമസഭ തല്ലിപ്പൊളിക്കുന്ന വിഷ്വൽ വെച്ചിട്ടാണ് ആ ഒരു നെറേറ്റീവിൽ തുടങ്ങിയിട്ട് ആള് അവസാനിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നതും PR വർക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നു. നമ്മുടെ തൃശ്ശൂർ കലോത്സവത്തിൽ കുട്ടികളുടെ കൂടെ നിന്ന് ജന്നാൽഫ കുട്ടികളുടെ കൂടെ നിന്നിട്ട് ആള് ഇത് പൂക്കി ട്രൈ ചെയ്യണത് വെച്ചിട്ട്, അപ്പോൾ അത്രയും നിയമസഭയിലെ കമ്പ്യൂട്ടർ തല്ലിപ്പൊളിക്കുന്ന ഗുണ്ട ക്രൂരനായ ഒരു ഇമേജിൽ നിന്ന് ആൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് ജന്നാൽഫ ജൻസികളുടെ പൂക്കിയായി എന്നൊരു ഇമേജാണ് PR വർക്ക് പോകുന്നത്. അത് ആർക്കും അങ്ങനെ ചെയ്യാം, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ നമുക്ക് കേവലം ഒരു PR വർക്ക് എന്നല്ല ഞാൻ പറയുന്നത്, ആ ഒരു ഇമേജ് നമുക്ക് മാറി വരും. കൂടുതൽ അങ്ങനത്തെ റീൽസ് ആയിരിക്കും, അത് ആർക്കും ചെയ്യാം, അത് സ്വാഭാവികമായിട്ട് ഞാൻ അതിനെ ജഡ്ജ് ചെയ്യണതല്ല. പക്ഷേ ഞാനൊരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഇപ്പം ഈ പറയുന്ന കുട്ടികളുടെ സ്കൂളിലെ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചിറക്കുന്നതിന് വേണ്ടിയിട്ട് പൈസ പിരിക്കേണ്ടി വന്ന വിദ്യാർത്ഥികളിൽ നിന്ന് പൈസ കളക്ട് ചെയ്യേണ്ടി വന്നിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ +1 +2 സീറ്റ് ക്ഷാമവുമായി ബന്ധപ്പെട്ട് നിരന്തരം നടക്കുന്ന സമരങ്ങൾ. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെ എങ്ങനെ അഡ്രസ്സ് ചെയ്തു എന്നതിൻ്റെ ഇതിലാണ് നമ്മൾ ആ വിദ്യാഭ്യാസ മന്ത്രിയെ വിലയിരുത്തുന്നത്. വ്യക്തിപരമായിട്ട് നമ്മളാൾ മോശം ഇമേജ് ആയിരുന്നു എന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞ അന്ന് മോശം ഇമേജ് ആയിരുന്നു എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ആളുടെ ആക്ടിവിറ്റീസിൽ നിന്നാണ് നമ്മളത് ജഡ്ജ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷനിലെ വിഷയങ്ങൾ എത്രമാത്രം പരിഹരിച്ചു. 10ാം ക്ലാസ് കഴിയുമ്പോൾ ഒരു കുട്ടിയുടെ ആശങ്ക എന്ന് പറയുന്നത് ഞാൻ കൊമേഴ്സ് എടുത്താൽ എങ്ങനെ പോകും, കരിയർ ഡ്രീമാണ് ഈ കാലഘട്ടത്തിൽ ഒരു മലയാളി കുട്ടിയുടെ നെഞ്ചെടുപ്പിന് കാരണമാവാൻ പാടുള്ളൂ. എനിക്കിനി പഠിക്കാൻ പറ്റോ ഇല്ലേ എന്ന് ഒരു കേരളത്തിലെ ഒരു കുട്ടിയുടെ നെഞ്ചെടുപ്പ് അവരുടെ പാരൻസ് കൺസേൺ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം തകരാറിലാണ്. SC/ST കുട്ടികളുടെ ഗ്രാൻഡ് വിഷയങ്ങളിലൊക്കെ പരിഹാരം കണ്ടെത്താതെ നമ്മൾ കുറച്ച് ഒരു സീരിയസ് ഗുണ്ട നിയമസഭ തല്ലിപ്പൊളിക്കുന്ന ആളിൽ നിന്ന് ആൾ കൂളായി എന്ന് പറയുന്നതിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എന്ന വ്യക്തി അത്രയും ഒരു പോസിറ്റീവ് ഫിഗറിലേക്ക് വരുന്നതൊക്കെ നമുക്ക് ആരങ്ങനെ വന്നാലും സന്തോഷമുള്ളൂ. പക്ഷെ വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ വന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളും പിന്നെയും ഒരുപാട് വിഷയങ്ങൾക്കും കൂടി മറുപടി തന്നാലാണ് അതിനൊരു ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു വളർച്ച ഉണ്ടല്ലോ, അതായത് ഇപ്പൊ പാഠപുസ്തകങ്ങൾ നാളുകളോളം കെട്ടിക്കിടക്കുന്ന കൃത്യസമയത്തിന് കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ നിന്ന് മാറി ചില കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് കാലഘട്ടം എന്ന് വെച്ചാൽ 20 കൊല്ലം മുന്നുണ്ടായിരുന്ന അല്ലെങ്കിൽ 25 കൊല്ലം മുന്നുണ്ടായിരുന്ന ട്രാഫിക് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളല്ല ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. പണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഉണ്ടായിരുന്ന ഫെസിലിറ്റി, ഫാനായാലും ബെഞ്ചും ഡെസ്കായാലും അത് കാലം മുന്നോട്ട് പോകും തോറും വരണം. അത് ആര് ചെയ്താലും നല്ല കാര്യമാണ്. അത് ഇറ്റ്സ് ബേസിക്സ്. ഞാൻ പറയുന്നത് നമ്മൾ ഈ ബേസിക്സിൽ കിടന്നിട്ട് പുസ്തകം നേരത്തെ കിട്ടുക എന്നുള്ള ഒരു ക്രൈസിസ് മുന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ബേസിക്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചിറക്കുമ്പോൾ പൈസ മേടിക്കുക എന്നുള്ള ബേസിക്സ് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ ഇപ്പം നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരാണെങ്കിൽ FIUGPയിൽ ഇപ്പോഴും ക്ലാരിറ്റി കിട്ടാതെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ ഇനി 4th ഇയറിൽ പഠിക്കണോ വേണ്ടേ എന്ന് നമ്മളോട് ഡയറക്റ്റ് കുട്ടികൾ ചോദിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ബേസിക്കായിട്ട് കുറച്ച് ക്ലാസ് റൂം സ്മാർട്ട് ക്ലാസ് റൂം ആക്കി അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് 1-2 സ്ഥലത്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതൊന്നും പരിഹാരങ്ങളായിട്ടില്ല. ആരായാലും കാലഘട്ടം മുന്നോട്ട് പോകുമ്പോഴുള്ള ഒരു നാച്ചുറൽ ഇമ്പ്രൂവ്മെൻ്റ് അല്ലാതെ ഒരു ശാശ്വത പരിഹാരത്തിലേക്കോ വലിയൊരു ഭൂരിപക്ഷത്തിൻ്റെ പ്രൈമറി എഡ്യൂക്കേഷനിലെ ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്.